Health tips for every day, for everyone. From Dr. Mims. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ പണിക്കർ. ഇപ്പോഴെങ്ങനെയുണ്ട്? നൗ ഐ ആം ഫീലിംഗ് ബെറ്റർ ഡോക്ടർ. ഇത് മകനായിരിക്കും അല്ലേ? അതെ ഡോക്ടർ, എന്റെ പേര് വിജയ്. ഞാൻ ഇന്നലെ നാട്ടിലെത്തിയതേ ഉള്ളൂ. പപ്പയ്ക്ക് ശരിക്കും എന്താ സംഭവിച്ചത്? മിസ്റ്റർ പണിക്കരുടെ ഇടുപ്പലിലെ നെക്കിന് ഒരു പൊട്ടൽ സംഭവിച്ചതാണ്. ഇത് സാധാരണ ഈ പ്രായത്തിലുള്ളവർക്ക് സംഭവിക്കുന്നതാണ്. പ്രായമായവരിൽ ഇത് സാധാരണ സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? വരൂ പറയാം. പ്രായമായ ആളുകളിൽ ഒടിവ് ഏറ്റവും കൂടുതൽ കാണുന്നത് അവരുടെ ഇടുപ്പെല്ലിലെ ബോളിനെയും തുടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ശരിയാവാൻ സമയമെടുക്കുമോ ഡോക്ടർ? അതെ, ഇവിടെ ഒടിവ് സംഭവിച്ചാൽ ശരീരത്തിലെ മറ്റു എല്ലുകളെ അപേക്ഷിച്ച് ഈ ഭാഗത്തെ രക്തയോട്ടത്തിന്റെ പ്രത്യേകത കാരണം എല്ലുകൾ കൂടിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാ ഇതിന് കാരണങ്ങൾ? പ്രായമായ ആളുകളിൽ കാണുന്ന അസ്ഥിയുടെ ബലക്കുറവ്. ചെറുപ്പക്കാരിലാണെങ്കിൽ ഇത് ആക്സിഡന്റ് കാരണമാണ് സംഭവിക്കുന്നത്. ഇതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാ ഡോക്ടർ? ഈ ഒടിവ് ചിലപ്പോൾ മുഴുവനായും വേർപെട്ടിരിക്കും, ചിലപ്പോൾ വേർപെടാതെ ചെറിയ ക്രാക്ക് മാത്രമായിരിക്കും. വേർപെട്ട അവസ്ഥയിൽ രോഗിയുടെ കാല് വെളിയിലേക്ക് തിരിഞ്ഞിരിക്കുകയും കാലിന്റെ നീളം കുറവായിട്ടുമാണ് തോന്നുക. ഇതിന്റെ ചികിത്സ, ചെറുപ്പക്കാരിലെ ഇടുപ്പെല്ലിനാണ് ഫ്രാക്ചർ സംഭവിക്കുന്നതെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കാവുന്നതാണ്. പ്രായമായവരിൽ ബോൾ എടുത്തു മാറ്റി പകരം സ്റ്റീലിന്റെ ബോൾ ഘടിപ്പിക്കേണ്ടതാണ്. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമോ? നടക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ജോയിന്റ് അനക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തിയായ വേദന അനുഭവപ്പെടുക, തീരെ കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഇത് തടയാൻ നാം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? 40-50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ അവരുടെ അസ്ഥിയുടെ ബലം കൂട്ടാനുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങണം. പിന്നെ കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ അത് ചികിത്സിച്ച് ഭേദമാക്കണം. കാരണം വീഴാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ നന്ദി ഡോക്ടർ മിംസ്.